യുവജനക്ഷേമ ബോർഡിന്റെയും വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 4 ദിവസങ്ങളായി നടന്നുവന്ന കേരളോത്സവം 2025 സമാപനമായി. സമാപന സമ്മേളനത്തിൽ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ചവർക്ക് സമ്മാനദാനവും നൽകി. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പാരമ്പര്യവും വിശ്വസ്തതയും. വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ എല്ലാവിധ ആയുർവേദ പഞ്ചകർമ്മ ചികിത്സകളും സൗന്ദര്യവർദ്ധക ട്രീറ്റ്മെന്റുകളും. സ്വസ്ഥ ആയുർവേദ റിട്രീറ്റ്, ചെമ്പക്കുളം ആയുർവേദ ഹോസ്പിറ്റൽ, തേക്കടി, കുമിളി. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെയും യുവജനക്ഷേമ ബോർഡിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 4 ദിവസങ്ങളിലായി വണ്ടിപ്പെരിയാർ പഞ്ചായത്തിന്റെ വിവിധ ഗ്രൗണ്ടുകളിലായി നടന്നുവന്ന കേരളോത്സവം 2025 ഭാഗമായി നടത്തപ്പെട്ട കലാകായിക മത്സരങ്ങളാണ് സമാപിച്ചിരിക്കുന്നത്. പഞ്ചായത്തിന്റെ തന്നെ വിവിധ ഗ്രൗണ്ടുകളിലായി ക്രിക്കറ്റ്, വോളിബോൾ, ബാഡ്മിന്റൺ, അത്ലറ്റിക് മത്സരങ്ങൾ, ചെസ് തുടങ്ങിയ കായിക മത്സരങ്ങളും കഥാപ്രസംഗം, ഗാനരചന, ചിത്രരചന, പ്രസംഗം തുടങ്ങിയ കലാമത്സരങ്ങളുമാണ് സംഘടിപ്പിച്ചിരുന്നത്. ഇതിൽ പഞ്ചായത്തിന്റെ വിവിധ ക്ലബ് അംഗങ്ങൾ പങ്കാളികളാവുകയും ചെയ്തിരുന്നു. ഗ്രാമപഞ്ചായത്തിന്റെ ഈ ഭരണസമിതിയുടെ അവസാനത്തെ കേരളോത്സവം ആയതുകൊണ്ട് തന്നെ അതിവിപുലമായ പരിപാടികളോടെയാണ് കേരളോത്സവം 2025 വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ സംഘടിപ്പിച്ചത്. സമാപന സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന വടംവലി മത്സരം കാണികളിൽ ആവേശമുയർത്തി. തുടർന്ന് സമാപന സമ്മേളനത്തിൽ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഉഷ അധ്യക്ഷയായിരുന്നു. കേരളോത്സവം സംഘാടക സമിതി ചെയർമാനും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ B ജോർജ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ SP രാജേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ മാനവ ചെൽവങ്ങൾ വിളയാട്ട് വീരர்கள் நமது பஞ்சாயத்து தலைவர் கூறியது போன்று நம்முடைய பஞ்சாயத்தில் மதுவுக்கும் மயக்க மருந்துக்கும் இளைஞர்கள் அடிமையாக கூடாது. அது நாட்டுக்கு மாத்திரமல்ல, நமது வீட்டிற்கும் தேசத்திற்கும் மிகவும் வேதனை அளிக்கக்கூடியது. அதை மாற்றி நமது மாணவ செல்வங்களும் விளையாட்டு வீரர்களும் நல்ல முறையில் வந்தால் நாம் முதன்மை கேரளத்தில் இருக்கக்கூடிய 941 பஞ்சாயத்துகளிலும் நாம் முதன்மை பெற்றதாக விளங்க முடியும். വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല കുളത്തിങ്കൽ, അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R സെൽവത്തായ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R ശ്രീരാമൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രിയങ്ക മകേഷ്, സുമ മനു, മുനീശ്വരി, K മാരിയപ്പൻ, ദേവി ഈശ്വരൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. തുടർന്ന് വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ച മുഴുവൻ ആളുകൾക്കും ട്രോഫിയും മെഡലും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. പഞ്ചായത്ത് തലത്തിൽ വിജയിച്ചവർക്ക് ബ്ലോക്ക്, ജില്ലാ തലങ്ങളിൽ നടക്കുന്ന കേരളോത്സവം മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുകയും ചെയ്യും. പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി നിരവധിയായ ആളുകളാണ് കേരളോത്സവം 2025 സമാപന സമ്മേളനത്തിൽ പങ്കാളികളായത്. തുടർന്ന് പെരിയാർ മ്യൂസിക് ബാൻഡിന്റെ ഗാനമേളയോട് കൂടിയാണ് കേരളോത്സവം 2025 വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ സമാപനമായത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.